വാളയാറിൽ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 5 പ്രതികൾ അറസ്റ്റിൽ. കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. പിടിയിലായവരിൽ 4 പേർ RSS BJP പ്രവർത്തകരാണ്. രാംനാരായൺ ഭയ്യയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, എന്നിപ്പോൾ കൂടുതൽ ആളുകളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ എത്ര പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്? നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഉണ്ടായത്. ഈ വിഷയത്തിൽ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. 5 പേരുടെ അറസ്റ്റാണ് പോലീസ് ഈ സംഭവത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും അറസ്റ്റിലായവരൊക്കെ തന്നെ BJP RSS ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ റിമാൻഡ് നടപടി പൂർത്തിയായി. ഇവരൊക്കെ തന്നെ റിമാൻഡിലാണ്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനായുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് വാളയാർ പോലീസ്. ഈ അറസ്റ്റിലായവരിൽ മുരളി, അനു എന്നിവർ 15 വർഷം മുമ്പ് DYFI പ്രവർത്തകൻ വിനോദ്, CITU ചുമട്ടുതൊഴിലാളി സ്റ്റീഫൻ എന്നിവരെ വെട്ടിയ കേസിലെ പ്രതികളാണ്. ഈ സ്റ്റീഫനെ വെട്ടിയ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. പ്രതികളെ കാണാൻ കഴിഞ്ഞ ദിവസം SDPI പ്രവർത്തകൻ സുബൈർ വധക്കേസിലെ പ്രതിയായ R ജിനീഷും കോടതിയിൽ എത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. രാംനാരായൺ ഭയ്യയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. ഇന്നലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. നാളെയോടുകൂടിയാണ് ഇയാളുടെ കൂടുതൽ ബന്ധുക്കൾ തൃശ്ശൂരിലെത്തുക. ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഛത്തീസ്ഗഡിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. നാളെ ഇവരെത്തിയതിന് ശേഷമായിരിക്കും സംസ്കാരം സംബന്ധിച്ചും അതുപോലെ തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരിക. എന്തായാലും മനുഷ്യാവകാശ പ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആൾക്കൂട്ട മർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും വിധേയമായി കൊല്ലപ്പെട്ട ഒരാൾക്ക് വേണ്ട നീതി സ്റ്റേറ്റ് നൽകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം മനുഷ്യാവകാശ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാംനാരായൺ ഭയ്യയുടെ സഹോദരൻ മീഡിയ വണ്ണോട് സംസാരിപ്പിക്കുമ്പോൾ സൂചിപ്പിച്ച കാര്യം, പാലക്കാട് നിന്നും തൃശ്ശൂരിലേക്ക് മൃതദേഹം കൊണ്ടുവരാനുള്ള ആംബുലൻസിന്റെ പണം 3700 രൂപ തങ്ങളാണ് കയ്യിൽ നിന്നും കൊടുത്തത്. ഇവിടെ നിന്നും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകാൻ 25,000 രൂപ പോലീസ് ചെലവിലായി ആവശ്യപ്പെട്ടു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതൊന്നും തന്നെ ശരിയല്ല എന്ന്, അതായത് ഇതൊന്നും ശരിയായ രീതിയല്ല എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം ചെലവുകൾ സ്റ്റേറ്റ് തന്നെ വഹിക്കണം. ആ പരിഗണന ഈ കുടുംബത്തിന് ലഭ്യമാക്കണമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ രാംനാരായൺ ഭയ്യയുടെ കുടുംബത്തിന് ഉചിതമായ നഷ്ടപരിഹാരവും സർക്കാർ ഉറപ്പാക്കണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി പാലക്കാടിലും തൃശ്ശൂരിലും മുന്നോട്ട് പോകാനാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്.